നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ഉള്ളത്? അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും ആ വ്യക്തി തിരികെ വരുമോ? അതിന് എന്തൊക്കെ തടസ്സങ്ങളാണ് ആ വ്യക്തിക്കുള്ളത്? ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ബ്ലോക്കേജസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഓക്കെ. ഈ ഒരു സെപ്പറേഷൻ മേ ബി ഒത്തിരി നാളായിട്ടുണ്ടാവാം. ചില ആൾക്കാർക്ക് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിട്ടും കാണുന്നുണ്ട്. നേരിട്ട് കാണാൻ പറ്റാത്ത അത്രയും ഡിസ്റ്റൻസിലായിരിക്കണം നിങ്ങളിപ്പോൾ ഉള്ളത്. അതുമല്ല എങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരിൽ കാണാൻ കഴിയുന്നില്ല. അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കെയറിങ് കണക്ഷൻസ് ഇവിടെ കാണുന്നു. വളരെ ശക്തമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്ന അത്രയും ഒരു സ്ട്രെങ്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എത്ര തന്നെ സ്ട്രഗിൾ ചെയ്തിരുന്നാലും നിങ്ങൾ എന്തുമാത്രം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിസപ്പോയിൻമെന്റുകൾ ഉണ്ടായിട്ടാലും ഇതൊരു പരാജയമാണെന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ട് പോലും നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ച് കളയാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ പേഴ്സണുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റുകളും നിങ്ങൾക്ക് വേണ്ടാന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങളെല്ലാം ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പോലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി ചേഞ്ച് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ചേഞ്ച് ആണ് നിങ്ങളിൽ ഈ ഒരു സമയത്ത് വരുന്നത്. വളരെ ശക്തമായിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. മേ ബി അതൊരു ഫിനാൻഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുമായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അത്രയും ഒരു സ്ട്രെങ്ത് ആ ഒരു വ്യക്തിക്ക് ഇല്ലാത്തതായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നെഗറ്റിവിറ്റീസ് എല്ലാം നിങ്ങളുടെ ലൈഫിലുള്ള മേ ബി ആ ഒരു സിറ്റുവേഷൻ, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഗ്രാജുവലി ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണുന്നത്. അതിനുള്ളൊരു പോസിബിലിറ്റി, മേ ബി ഒരു റീയൂണിയനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു സമയത്ത് വളരെയധികം ലോ എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതായിട്ട് കാണുന്നു. അതായത് മിക്കവാറും ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഒരു ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. അതിനെന്തൊക്കെയോ തടസ്സങ്ങൾ ആ വ്യക്തിക്ക് ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ മനസ്സിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമാണ്, വളരെയധികം ഡീപ്പ് കണക്ഷൻ ഉണ്ട്. പക്ഷെ അത് ആ വ്യക്തിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനൊരു കോൺഫിഡൻസ് ആ വ്യക്തിക്ക് കിട്ടുന്നില്ല. പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനും കഴിയുന്നില്ല. ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. അതുവഴി നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിലൊരു സക്സസ് ആണ് ഈ ഒരു സമയത്ത് കാണിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്തായാലും ഈ ഒരു സമയത്ത് അതിനൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആയി ആ ഒരു പാത്തിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ആ പോസിറ്റിവിറ്റീസ് ഉണ്ടാകുകയുള്ളൂ. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലെല്ലാം ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. യെസ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നതും അത് തന്നെയാണ്.
നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ റിയൽ വാല്യൂ ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ. അതായത് ഒരു സെപ്പറേഷൻ ആണ്, നോ കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളിൽ ആരോ വളരെ ഡീപ്പായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് പഴയ പോലെ ആകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു തടസ്സമായിട്ട് കാണുന്നത് നിങ്ങളുടെ പേഴ്സണ് ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് മറ്റൊരു പേഴ്സണോട്, അല്ലെങ്കിൽ മറ്റൊരു ആ വ്യക്തിയുടെ ലൈഫിലുള്ള മറ്റൊരു വ്യക്തിയോടുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് നേരിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല, ഒരവസരം കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റീസ് വരുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് വരുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ പലരും പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ അതിനെല്ലാം ഈ ഒരു സമയത്ത് ഒരു സക്സസ് കാണുന്നുണ്ട്. കാരണം ആ പേഴ്സൺ നിങ്ങളെ വളരെ റിയൽ ആയിട്ടാണ് ഇത്രയും നാളും സ്നേഹിച്ചിരുന്നത്. പക്ഷെ ഈ ഒരു അറ്റാച്ച്മെന്റ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ഇമോഷണലി ആ വ്യക്തി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് കഴിയാത്തത്. ആ വ്യക്തി നിങ്ങൾക്ക് തരാനുള്ള സ്നേഹം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. മേ ബി ഇവിടെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് അത്തരമൊരു ഫിനാൻഷ്യൽ ഇംബാലൻസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതായിരിക്കാം നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു തടസ്സമായിട്ട് കാണുന്നത്. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ഉണ്ട്. ഏഞ്ചൽ ഓഫ് ലവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു ചേഞ്ച് വരണമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്നും വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത്തരം ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നാണ് ഇവിടെ കാണുന്നത്.